So hello everyone. Today we are going to start our class Automobile Engineering Module 3, Class 3A. Okay. So today's class we are going to discuss about the wheels and tires actually. Okay, wheels and tires. So the wheels and its requirements, wheels types and construction, and wheels offset and wheels specification. The following topics we are going to elaborate. Okay, so what is exactly a wheel and its requirements actually? So what is actually the wheels actually? So in the automobile system, it is one of the important assembly. Okay, one of the important parameter is the wheel and tires actually. Okay, so you know that it is mounted on the rear and front axles, and these components, these chassis components which link between the road and the vehicle and make the forward momentum is possible. So after this creation of our torque energy, okay, and we will pass it to the our wheels and the tires which create a traction needed for the roll around. So the motion which is made possible by the way of a grip and friction with the road surface. So what is wheel and its requirements? So wheel is a circular component and that is intended to rotate by applying the external force or a torque about its axis. And the wheel which consists as disc or spoke and with a hub, okay, hub as a center and a rim around the outside for mounting the tire. So the rim which accommodate with the tire while the disc provide the strength to the wheel. Okay, so there are some essential requirements for the automobile wheel relate to the safety, economy and the load capacity and the size comfort. These are number one, the strong and stiff to withstand the load due to the weight of the vehicle and the road shock and driving torque. സോ അതായത് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് വീൽസ് ആൻഡ് ടയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെഹിക്കിൾസിൻ്റെ കേസിൽ. സോ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ചില കാര്യങ്ങൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് നമുക്ക് വീലിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം? ബിക്കോസ് വീൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സേഫ്റ്റി, എക്കണോമി, അതുപോലെ തന്നെ ലോഡ് കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾക്ക് ഈ ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ കേസിൽ. സോ അതിലൊന്നാമത്തത് നമുക്ക് അറിയാം വീലിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, വീൽ അല്ലെങ്കിൽ ടയേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, അത് സ്ട്രോങ് ആയിരിക്കണം, അതുകൂടാതെ വളരെ സ്റ്റിഫായിരിക്കണം. അതായത് അതിൻ്റെ കൂടെ ലോഡ് ഉണ്ടാകുന്ന സമയത്ത്, അതിൻ്റെ മുകളിൽ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റിഫ്നെസ് അതിനുണ്ടായിരിക്കണം. കൂടാതെ വിച്ച് ഈസ് റെസിസ്റ്റൻറ്റ് ടു ദ ലോക്കൽ ഡിഫോർമേഷൻ, അതായത് ലോഡിനനുസരിച്ച് അല്ലെങ്കിൽ വല്ല ആക്സിഡൻ്റൽ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ റെസിസ്റ്റൻസ് അതിനുണ്ടായിരിക്കണം. പിന്നെ ഇറ്റ്സ് പ്രോപ്പർലി ബാലൻസ്ഡ് ബോത്ത് സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി. ഓക്കെ, മൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മൂവ് ചെയ്യാത്ത സമയത്തോ, വെഹിക്കിൾ മൂവ് ചെയ്യാത്ത സമയത്തോ അത് ബാലൻസ് ആയിട്ട് നിൽക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് വീൽ അസംബ്ലിയിൽ ആ വീലിൽ മാത്രം വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ലോവസ്റ്റ്. ആക്ച്വലി അത് വളരെ ലോവസ്റ്റ് ആയിരിക്കണം. കൂടാതെ easy to clean and easy to assemble and disassemble, and also the good aesthetic quality but not too expensive. കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കണം, പക്ഷേ കൂടുതൽ എക്സ്പെൻസീവോ ആവാൻ പാടില്ല. സോ ദീസ് ആർ ദ മെയിൻ ക്വാളിറ്റീസ് റിക്വയർമെൻറ്റ്സ് ഫോർ എ വീൽ ആൻഡ് ഇറ്റ്സ് അസംബ്ലി. ഓക്കെ, നൗ വാട്ട് ആർ ദ ടൈപ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ? അക്കോർഡിംഗ് ടു ദ ടൈപ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഓട്ടോമൊബൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വീൽസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഹബ്ബാണ്. ഓക്കെ, സോ ഹബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ ദ വീൽ സ്പിൻഡിൽ ആൻഡ് റൊട്ടേറ്റ് അറൗണ്ട് ഇറ്റ്. രണ്ടാമത് വരുന്നതാണ് റിം. ഓക്കെ, റിം എന്ന് പറയുന്നത് ആക്ച്വലി വിച്ച് കണക്ട് ദ ടയർ to the vehicle and subject to the high forces and moments. ഓക്കെ, മൂന്നാമത്തതാണ് നമ്മളെ സ്പോക്സ് ആക്ച്വലി. ഓക്കെ, സ്പോക്ക് അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് സ്പൈഡർ അല്ലെങ്കിൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ബൈ ദ ഡിസ്ക് ആക്ച്വലി ആണ്. ഓക്കെ, സോ ദാറ്റ് കണക്ട് ടു ദ ഹബ് ആൻഡ് റിം. ഓക്കെ, സോ മെയിൻലി വീലിനെ സംബന്ധിച്ചിടത്തോളം 3 പാർട്സ് ആണ്. ഒന്ന് സെൻറ്ററിൽ വരുന്ന ഹബ്ബ്, രണ്ടാമത്തത് റിമ്മ്, മൂന്നാമത്തത് സ്പോക്സ്. ഓക്കെ, സ്പോക്ക് എന്ന് പറയുന്നത് റിമ്മും ഹബും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടിനാണ് നമുക്ക് സ്പോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി. റൈറ്റ്.
Now wheels are നമുക്കറിയാം ജനറലി വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലൈറ്റ് അലോയ്സ്. ഓക്കെ, അലൂമിനിയത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും ലൈറ്റ് അലോയ്സ് ചേർന്നതാണ് വീൽസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. സോ എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് അലോയ്സ് നമ്മൾ വീൽസ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വളരെയധികം വെയിറ്റ് വളരെ കുറവാണ്. അതുകൂടാതെ ബിക്കോസ് ഓഫ് ദി അലൂമിനിയം അലോയ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി കൊറോഷൻ ഫ്രീ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കൂടാതെ അതിന് നമുക്ക് അപ്പിയറൻസും വളരെ കൂടുതലാണ്. സോ ലൈറ്റ് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് ഈ അൺസ്പ്രങ് വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഓൾസോ ഇംപ്രൂവ് ദ റൈഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി യൂസ് ദാറ്റ് വൺ. ഓക്കെ, so aluminum is better conductor of the heat and that is why it heat dissipation faster than the steel actually. So that is why we used actually aluminum wheels actually mainly നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി വീൽസ് നമുക്ക് ഓട്ടോമൊബൈലിൻ്റെ കേസിൽ നമുക്ക് വീൽസ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ മെയിൻലി പ്രസ്സഡ് സ്റ്റീൽ ഡിസ്കും അതുപോലെ തന്നെ വീൽ വയർ സ്പോക്കറ്റ് വീൽസും അതുപോലെ തന്നെ ലൈറ്റ് അലോയ് കാസ്റ്റ് സ്റ്റീൽസ് എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ ഡിവൈഡ് ദീസ് ഓട്ടോമോട്ടീവ് വീൽസ് ആസ് എ ക്ലാസിഫൈഡ് ആസ് ദി പ്രസ്സഡ് സ്റ്റീൽ ഡിസ്ക് വീൽ, വയർ സ്പോക്കറ്റ് വീൽ ആൻഡ് ലൈറ്റ് അലോയ് കാസ്റ്റ് സ്റ്റീൽ. Okay, and what is the next one is the pressed steel disc wheels. Okay, so in this figure you can see that here you can see that these are the components of a steel disc wheel actually. So in this one there is a hub cover is there. So here in this portion we are placing hub actually. Okay, hub place ചെയ്യുന്നത് ഇവിടെയാണ്, ഈ സെൻട്രൽ പോർഷനിലാണ്. ഈ സെൻട്രൽ പോർഷനിലൂടെയാണ് വീൽസ് നമ്മുടെ ആക്സിൽ വരുന്നത്. സോ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് ഹബ് എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ ഹബ്ബും അതുപോലെ തന്നെ ഇത് നമ്മളുടെ റിമ്മാണ്, വീൽ റിം എന്ന് പറയുന്നത് ഈ പോർഷനെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന പോർഷനാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഡിസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി, ഡിസ്ക് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കാണുന്ന പോർഷൻ നമ്മൾ വീൽ റിം എന്ന് പറയുന്നത്. നൗ ഈ ഇൻസൈഡ് ഈ ഡിസ്കിൽ നമുക്ക് സ്റ്റഡ് ഹോൾസ് കാണാം, അതുപോലെ തന്നെ കുറേ സ്റ്റഡ്സ് ഹോൾസ് കാണാം. അതുപോലെ തന്നെ വെന്റിലേറ്റിംഗ് ഹോൾസ് നമുക്ക് ഈ ഡിസ്കിൽ കാണാൻ സാധിക്കും, വെന്റിലേറ്റിംഗ് ഹോൾസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് പാർട്ട് ഓഫ് എ വീൽ റിം. നൗ വി ആർ കമ്മിങ് ടു എലോബറേറ്റ് ദി ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് എ വീൽ റിം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടയർ പാർട്ട് ആക്ച്വലി. ദിസ് പാർട്ട് ഈസ് അവർ ടയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ റിം വിഡ്ത്ത്. ഈ ഇൻസൈഡ് കാണുന്നതാണ് റിം വിഡ്ത്ത്. ഇതിൻ്റെ അകത്ത് കാണുന്ന ഇതിനെയാണ് നമ്മൾ വെൽ എന്ന് പറയുന്നത് ആക്ച്വലി. സോ ദ വെൽ ഈസ് ഹിയർ, യു ക്യാൻ സീ ദാറ്റ് ദ വെൽ, ആൻഡ് ദിസ് ഈസ് ദ വെൽ ഡെപ്ത്ത് ആക്ച്വലി. സോ ഇവിടെ കാണുന്നതിനെയാണ് നമ്മൾ വെൽ ഡെപ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ ബെഡ് സീറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ഫ്ലാഞ്ച് ആക്ച്വലി. സോ ദിസ് യു ക്യാൻ സീ ദ ബോത്ത് സൈഡ്സിൽ നമുക്ക് ഫ്ലാഞ്ച് കാണാം. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് ദ റിം വിഡ്ത്ത്. അതുപോലെ തന്നെ ഇതാണ് റിം ഡയമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി. സോ ഫ്രം ദ ഹിയർ ടു ദി ടോട്ടൽ, ഓക്കെ, ദാറ്റ് ഇസ് എ റിം ഡയമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ ഹൈറ്റും കൂടി നമുക്കിത് കാണിക്കാൻ സാധിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് എക്സാക്ട്ലി ദീസ് പാർട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ദർ ആർ ടു മെയിൻ പാർട്സ്. വൺ ഇസ് റിം ആൻഡ് ഡിസ്ക്. ഓക്കെ, റിമ്മും ഡിസ്കും രണ്ട് മെയിൻ പാർട്സാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു പ്രസ്സഡ് സ്റ്റീൽ ഡിസ്ക് വീലിൽ കാണാറുള്ളത്. ക്ലിയർ ആയിട്ട് പറയാം, വൺ ഈസ് റിം ആൻഡ് അനദർ വൺ ഈസ് ഡിസ്ക്. ഓക്കെ, സോ ഇത് പേര് പോലെ തന്നെ പ്രസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. റിമ്മും ഡിസ്കും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ജോയിൻസിൽ നമ്മൾ വെൽഡിങ് ചെയ്യുന്നു. സോ ആ വെൽഡിങ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ ഒരു പ്രസ്സഡ് സ്റ്റീൽ ഡിസ്ക് വീൽസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? നൗ ദ റിം അക്കോമഡേറ്റ് ദി ടയർ ആക്ച്വലി. ഓക്കെ, റിമ്മിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ടയറിനെ പ്ലേസ് ചെയ്യുന്നത്. അതുകൂടാതെ ദ ഡിസ്ക് ആണ് നമ്മൾ ഈ ഒരു വീലിന്, ടോട്ടൽ വീലിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡിസ്ക് ആണ് ആക്ച്വലി. സോ ദാറ്റ് ഡിസൈൻ, അങ്ങനത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രോപ്പർ ഡിസൈൻ ആവുന്നതുകൊണ്ട് ഇതിൽ അതിൻ്റെ വീലിന് സ്ട്രോങ്ങും അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ആയിട്ടും അതുപോലെ തന്നെ റേഡിയൽ ഡയറക്ഷനിലും രണ്ട് ഡയറക്ഷനിലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു സ്റ്റീൽ ഡിസ്ക് പ്രസ്സഡ് വീൽസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഡിസ്കിന് നമ്മളൊരു ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദ ഡിസ്ക് ഹാവിങ് ഇൻസൈഡ് ദ ഡിസ്ക് ഹാവിങ് എ സെൻട്രൽ ഹോൾ ആക്ച്വലി. ദാറ്റ് ഹോൾ ഈസ് യൂസ്ഡ് ടു പാസസ് ദി ആക്സിൽ ആക്ച്വലി. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീൽസിന് നമ്മൾ ആക്സിലുണ്ട്, ആ ആക്സിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീൽസിന് അവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്. സോ വീൽ ഈസ് ഫിറ്റഡ് ദി ആക്സിൽ ബൈ ദ ബോൾട്ട് ആൻഡ് ഫ്ലാഞ്ച് അറ്റാച്ച്ഡ് ടു ദി ആക്സിൽ. ഓക്കെ,
സോ ഈ വീല് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മളുടെ ആക്സിലായിട്ട് ഫിറ്റ് ചെയ്യുന്നത് ബോൾട്ടും അതുപോലെ തന്നെ ഫ്ലാഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സോ ഒരു 4-5 ത്രെഡഡ് ആയിട്ടുള്ള സ്റ്റഡുകളാണ് നമ്മൾ ഈ ഒരു വീല് ഈ ആക്സിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഒരു സർക്കിളായിട്ട് നമ്മൾ ഈ ഒരു ഡിസ്കിൽ നമുക്ക് കാണാം. ഓക്കെ, യു ക്യാൻ സീ ദ സ്റ്റഡ് ഹോൾസ് ആക്ച്വലി. ഓക്കെ, ഈ സ്റ്റഡ് ഹോൾസിലൂടെയാണ് നമ്മൾ ഈ ഒരു ഈ നമ്മുടെ ഒരു വീൽ ഹബ്ബിൽ ഉണ്ടാവും. നമ്മുടെ വീൽ ഹബ്ബിൽ ആക്ച്വലി അതിൻ്റെ നട്ട്സ് ഉണ്ടായിരിക്കും, ബോൾട്ട് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ ഈ ഒരു സ്റ്റഡിൻ്റെ ഹോൾസ്, സ്റ്റഡുകൾ നമ്മൾ ഇട്ടതിന് ശേഷം, അല്ലെങ്കിൽ നട്ടുകൾ നമ്മൾ ഇട്ടതിന് ശേഷം അതിനെ ടൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. So the tapered seating is here you can see that there is a tapered seating. So that tapered seating is for the pressing out the area for each hole actually. Okay, which correct the centering of the wheel. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു വീല് നമ്മൾ ആ ഒരു നട്ടിലേക്ക് ഇടുന്ന സമയത്ത്, അതായത് ഈ ഒരു വീലിൻ്റെ ഈ മൊത്തം വീല് ടയർ ഫിറ്റ് ചെയ്തുള്ള മൊത്തം വീൽസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു നമ്മുടെ ഒരു ആക്സിലേക്ക് കയറുന്ന സമയത്ത് ഈ ഹോൾസുകൾ, അതായത് സ്റ്റഡ് ഹോൾസ് കറക്റ്റ് ആ ഒരു നട്ടുകളിൽ പ്രൊപ്പോർഷണലായിട്ട് നിർത്തണം. ഇല്ലെങ്കിൽ അതുകൂടാതെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വിൽ ബി എ ഡിസ്റ്റോർഷൻ ഓഫ് ദ വീൽ വിൽ ബി ഹാപ്പൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു 4-5 തരത്തിലുള്ള നമ്മളെ ആ ഒരു നട്ടിൻ്റെ ഹോൾസ്, ഓക്കെ, ഡിസ്കിലേക്ക് ആ ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസിനെ നമ്മൾ ഓരോ ആംഗിളായിട്ട്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്യുന്നു, തേർഡ് ഈ നൈറ്റ്, അതുപോലെ തന്നെ ഫോർത്ത്. അതുപോലെ തന്നെ ഒരു സ്റ്റാർ ടൈപ്പ് പാറ്റേൺസ് ആണ് നമ്മൾ 5-1 അല്ലെങ്കിൽ ഒരു നമ്പർ 5 നട്ട്സ് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു 5 സ്റ്റാർ ടൈപ്പ് പാറ്റേൺസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഡിസ്കിൽ സാധാരണഗതിയിൽ പെർഫറേഷൻസ് വരാറുണ്ട്. ഓക്കെ, സോ അതെന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂൾ ഫ്രഷ് എയർ അതിന് അസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂളിംഗ് ഓഫ് ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. Now the rim is an outer portion of the wheel actually. So you can see that there is a rim. So that rim is actually the outer portion. You can see here in this figure that rim is this one. This portion is the rim actually. Rim is the outer portion of the wheel and which hold the tire actually. ഈ ടയറിനെ ഹോൾഡ് ചെയ്യുന്നത് അതാണ്, ടയറിനെയും അതുപോലെ തന്നെ ഇൻസൈഡിലുള്ള ട്യൂബിനെയും ഹോൾഡ് ചെയ്യുന്ന റിമ്മാണ്. സോ റിമ്മിന് ഒരു വെൽ ഷേപ്പാണ് ആക്ച്വലി ഉള്ളത്, ഒരു കിണർ പോലെ ഒരു ഷേപ്പാണുള്ളത്, വെൽ ഷേപ്പാണുള്ളത്. സോ ദാറ്റ് ഷേപ്പ് വിച്ച് മേക്സ് ദി ഈസിയർ ടു മൗണ്ട് ആൻഡ് റിമൂവ് ദി ടയർ ഓഫ് ദി വീൽ. ഓക്കെ, അതായത് ടയറിന് ഫിറ്റ് ചെയ്യാനും ടയറിനെ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കുവാനും നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു ഡിസൈനാണ് ആക്ച്വലി നമ്മൾ റിമ്മിന് കൊടുക്കാറ്. ഓക്കെ, സോ അതുകൂടാതെ ദ സീറ്റ് ഓഫ് ദ റിം വിച്ച് ആർ ദി ടയർ സീറ്റ് ഓഫ് ദ റിമ്മിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ടാപ്പർ ചെയ്യുന്ന ഒരു 10 ഡിഗ്രിയിലാണ് നമ്മൾ ടാപ്പർ ചെയ്യാനുള്ളത്. സോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ടയർ പതിയുന്ന സമയത്ത്, അതായത് നമ്മൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് ടയർ പതിയുക, ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ ഓഫ് ദ ടയർ, the beds are forced the tire to giving up the wedge of fit. ഓക്കെ, സോ ഇവിടെ ഒരു പ്രസ്സിങ് വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടയർ വളരെ പൂർണ്ണമായിട്ടും ഒരു ഫ്ലാറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ആൻഡ് ദർ ഇസ് എൻ ഹോൾ ആക്ച്വലി. ഓക്കെ, ഈ ഒരു റിമ്മിൽ ഒരു ചെറിയൊരു ഹോൾ കൊടുക്കാറുണ്ട്. ദാറ്റ് ഹോൾ ഈസ് യൂസ്ഡ് ഫോർ വാൽവ്. അതിനുള്ളിൽ ഈ ഒരു ട്യൂബിൻ്റെ വാൽവ് ഇതിനുള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹോൾ ഈ ഒരു റിമ്മിൽ കൊടുക്കാറുള്ളത്. ഓക്കെ, റൈറ്റ്. Now നമുക്കറിയാം there is a cover actually provided outside actually. ഇവിടെ ഒരു കവർ കൊടുക്കാറുണ്ട്, ഹബ് കവർ പോലെ തന്നെ നമ്മളൊരു കവർ കൊടുക്കാറുണ്ട്. ദാറ്റ് കവർ ഈ ഡിസ്കിന് കൊടുക്കുന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തേക്ക് ഇൻസൈഡ് മഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡർട്ടോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്റ്റഡ് കവർ നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ദി മെയിനായിട്ട് നമുക്ക് ഈ ഡിസ്കിന് ആക്ച്വലി, അതായത് ഈ ഒരു വീലിൻ്റെ ഡിസ്കിന് വേണ്ടിയുള്ള ചില ഫേവറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആൻഡ് സ്ട്രോങ്. അതായത് വളരെ വെയ്റ്റ്ലെസ്സും ആയിരിക്കണം, പക്ഷേ എന്താ പറയുക സ്ട്രോങ്ങും ആയിരിക്കണം. കൂടാതെ ഇറ്റ് ഷുഡ് ബി സ്റ്റിഫ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ദ ആക്സിഡൻ്റൽ ഡാമേജ് ആൻഡ് ഓൾസോ ഈസി ടു മാനുഫാക്ചർ ഇൻ ദ ലാർജ് ക്വാണ്ടിറ്റി അറ്റ് ലോ കോസ്റ്റ്. ഓക്കെ, വളരെ കുറഞ്ഞ ചിലവിൽ വളരെയധികം എന്താ പറയുക ഒരുപാട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം ഈ ഡിസ്കിന് ആക്ച്വലി. ഓക്കെ, ഇൻസൈഡ് ദ ഡിസ്ക് ആക്ച്വലി. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു റിംസ് യൂസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വലി കാർസിൽ, ബസ്സിൽ, അതുപോലെ തന്നെ ട്രക്കുകളിൽ,
അതുപോലെ തന്നെ ട്രാക്ടേഴ്സിൽ ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ വീൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് പ്രസ്സഡ് സ്റ്റീൽ ഡിസ്ക് വീൽസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വെഹിക്കിൾസിലാണ്, ലൈക്ക് കാർസ്, ബസ്സസ്, ട്രക്ക്, അതുപോലെ തന്നെ ട്രാക്ടേഴ്സിലൊക്കെയാണ്. പക്ഷേ റിം യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് റിമ്മിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച്, റിമ്മിൻ്റെ പാറ്റേണിനനുസരിച്ചാണ് നമ്മളിതിനെ മെയിനായിട്ടൊരു 2 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രോപ്പ് സെൻറ്റർ റിമ്മും അതുപോലെ തന്നെ ഫ്ലാറ്റ് ബേസ് റിമ്മും. ഓക്കെ, റിമ്മിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഡ്രോപ്പ് സെൻറ്റർ റിമ്മും രണ്ടാമത്തത് ഫ്ലാറ്റ് ബേസ്ഡ് റിമ്മുമാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് ദ ഡ്രോപ്പ് സെൻറ്റർ ടൈപ്പും അതുപോലെ തന്നെ ഇതാണ് ഫ്ലാറ്റ് ബേസ് ടൈപ്പും റിമ്മും എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, സോ എന്താണ് ഈ പ്രത്യേകത ഡ്രോപ്പ് സെൻറ്റർ എന്ന് പറയുന്നതിൽ? സോ ഡ്രോപ്പ് സെൻറ്റർ എന്ന് പറയുന്നതാണെങ്കിൽ ഇതിൽ സെൻട്രൽ റീജിയൻ, അതായത് ഈ ഒരു ഡയമീറ്റർ റീജിയൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. അതുകൂടാതെ റിമ്മ് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് റോളിംഗ് പ്രോസസ്സിലാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, റോളിംഗ് പ്രോസസ്സിലാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ഡിസ്കുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് ഉപയോഗിച്ചിട്ടാണ്. വെൽഡിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, റിമ്മ് ഡിസ്കായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എന്താ പറയുക, അതായത് ടയർ ഇടുവാനും അതുപോലെ തന്നെ ടയർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുവാനും നമുക്ക് ഈ ഫ്ലാഞ്ചിൻ്റെ സഹായത്തോടെ, ഇവിടെ ഒരു ഫ്ലാഞ്ച് ഉണ്ടാവും, ആ ഫ്ലാഞ്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ടയറിനെ ഇതിലേക്ക് ഇടുവാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് മാറ്റുവാനും നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ബേസ് ഡ്രമ്മിൽ അതിൽ 2 ടൈപ്പാണ് ആക്ച്വലി പറയുന്നത്. ഒന്ന് ലൂസ് ഫ്ലാഞ്ചിലുള്ളതുമുണ്ട്, അതുപോലെ തന്നെ ലോക്ക് റിംഗ് ഉള്ളതും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈപ്പിൽ, അതായത് ലൂസ് ഫ്ലാഞ്ച് ടൈപ്പും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫ്ലാറ്റ് ബേസ് റിമ്മിൽ അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദി സെൻട്രൽ പോർഷൻ ഈസ് ഫ്ലാറ്റ് ആണ്. അതുകൂടാതെ ഇത് റിമൂവബിൾ ഫ്ലാഞ്ച് ആണ് മറ്റേ സൈഡിലുണ്ടാവുക. ഈ സൈഡിൽ നമുക്ക് റിമൂവബിൾ ഫ്ലാഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഓർ റിമൂവൽ ഓഫ് ദ ടയർ സ്ട്രെച്ചിങ് ദ ടയർ ഹെഡ് ബീഡ്സ്. ഓക്കെ, ടയർ ബീഡ്സിന് അത് ഭയങ്കരമായിട്ടത് നമ്മളിപ്പം റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ടയർ അതിലേക്ക് ഇൻസ്റ്റൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടയർ അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴോ അത് ടയർ ബീഡിനെ സാറായിട്ട് ബാധിക്കും. ഓക്കെ, പിന്നെ ഫ്ലാറ്റ് ബേസ് റിമ്മിൻ്റെ കേസാണെങ്കിൽ ഇറ്റ് മേ ഹാവ് 2 പീസ് ഓർ 3 പീസ് കൺസ്ട്രക്ഷൻ. 2 അല്ലെങ്കിൽ 3 ചേർന്നുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും ഈ ഫ്ലാറ്റ് ബേസ് റിം എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ട്രക്കും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രക്കുകൾ, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് എല്ലാം സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് ബേസ് റിം ആയിരിക്കും. ഓക്കെ, പക്ഷേ അതിൽ വളരെയധികം കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നിർത്താൻ നമുക്ക് സാധിക്കില്ല ഈ ഫ്ലാറ്റ് ബേസ് റിമ്മിൽ. അതുകൊണ്ട് തന്നെ അതിൽ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ടയറുകൾ മാത്രമേ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയേഴ്സ് അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ അധികവും നമ്മൾ ഈ ഒരു ട്രക്കുകളോ അല്ലെങ്കിൽ ഈ ഹെവി വെഹിക്കിൾസ് നമ്മൾ അതിൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേറെയുള്ള ഒരു 2 ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വീൽ റിംസും അതുപോലെ തന്നെ ഡിവൈഡഡ് വീൽസ് റിംസുമാണ്. ഓക്കെ, ഇൻ്റഗ്രൽ വീൽസും ഡിവൈഡഡ് വീൽസും. Okay, you can see here the figure integral wheels and divided wheels rims ആണ്. സോ പേര് പോലെ തന്നെ ഇൻ്റഗ്രൽ വീൽ റിം എന്ന് പറയുന്നത് ആക്ച്വലി യു ക്യാൻ സീ ഹിയർ ദിസ് ബോത്ത് റിം ആൻഡ് ഡിസ്ക് വിച്ച് ഹാവിങ് ആൻ ഇൻ്റഗ്രൽ ഓർ 1 പീസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ഇതിൽ ഡിസ്കും അതുപോലെ തന്നെ റിമ്മും രണ്ടും ഒരു സിമ്പിൾ ഒരു 1 പീസ് ആയിരിക്കും ആക്ച്വലി. ഓക്കെ, ഇൻ്റഗ്രൽ ആയിരിക്കും, ഇവിടെ വെൽഡിങ് നടക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി അതർ വീൽസ് ആക്ച്വലി. സോ മറ്റേതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ പീസ് ആയതുകൊണ്ട് നമുക്കത് മറ്റേതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ് ആക്ച്വലി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് കാർസുകളിലും അതുപോലെ തന്നെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഡിവൈഡഡ് വീൽ റിംസിൽ നമ്മളൊരു 2 പീസ് കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 സെപ്പറേറ്റ് യൂണിറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. 2 സെപ്പറേറ്റ് യൂണിറ്റ്സ് റിം ആൻഡ് ഡിസ്ക് വിച്ച് ഈസ് ആർ സെക്യൂർലി ഫാസ്റ്റൻ ടുഗെദർ. ഓക്കെ, രണ്ടും കൂടി ഫാസ്റ്റൻ ചെയ്തിരിക്കുന്നത് ബൈ യൂസിങ് ദ വെൽഡിങ് തന്നെയാണ് ആക്ച്വലി ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ വേണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്താ പറയുക, സ്ക്രൂയിങ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യാറുള്ളത്. ഓക്കെ, യൂസിങ് ദി അൺസ്ക്രൂയിങ് ദി ബോൾട്ട്. ചിലതിൽ നമുക്ക് ഈ ഡിവൈഡഡ് വീൽ റിംസിൽ ചിലതിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്, നട്ട് ആൻഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. സോ അത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റാനും സാധിക്കും.
Okay, so the center point line, you can see that there is a center point line എന്ന് പറയുന്നത് ഇതൊരു ഓഫ്സെറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. So the wheel keeps an offset. The center line of rim does not coincide with the disc. Okay, so ഇതിൻ്റെ സെൻട്രൽ ലൈൻ ഒരിക്കലും ഈ ഒരു റിമ്മുമായിട്ട് കോയിൻസൈഡ്, റിമ്മിൻ്റെ ഈ ഒരു പാർട്ടായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നില്ല. സെൻട്രൽ ലൈൻ വേറെ തന്നെ ഔട്ടർ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. So the split wheels are mostly used in the military truck. മിലിറ്ററി ട്രക്കിലൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് വീൽ റിംസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ the removal and fitting of this type of tires in the wheels must be carried out according to the instruction from the manufacturer. So that is why they are very care about this. In the cases of this type of wheel rims നമ്മൾ യൂസ് ചെയ്യാൻ വളരെ യൂഷ്വലി നമ്മൾ വളരെ കെയർ ചെയ്യണം. ഓക്കെ, റൈറ്റ്. Now there are the tires having some exact fit on the wheel rim to fulfill the following functions actually. So they are the friction between the tire and the rim which prevent the tire turning on the rim actually. ഓക്കെ, സോ അതായത് ടയറും അതുപോലെ തന്നെ റിമ്മും തമ്മിലുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഈ ടയർ ടേണിങ് ഇത് തിരിയുന്ന സമയത്ത്, ഓക്കെ, റിമ്മിൽ തിരിയുന്ന സമയത്താണ് അത് ഉണ്ടാവാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ടയർ വിതൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് വീൽ, അതായത് ഡിവൈഡഡ് വീൽ റിം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് വീലിൻ്റെ മുകളിൽ, ഓക്കെ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ടയർ വിതൗട്ട് സ്ലിപ്പിംഗ്. അതായത് ഇതിൽ നിന്ന് ടയർ വിട്ട് മാറാതെ ഇതിൻ്റെ മുകളിൽ രണ്ടും കൂടെ അതായത് വളരെയധികം ഫോഴ്സ്ലി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ എ പെർഫെക്റ്റ് സീലിംഗ് ഓഫ് എയർ ഇൻ ദി നാരോ കോണ്ടാക്ട് ഏരിയ ബിറ്റ്വീൻ ദ റിം ആൻഡ് ദ ടയർ ബീഡ്സ്. സോ ഇൻ എ ട്യൂബ്ലെസ് ടയർ. സോ ട്യൂബ്ലെസ് ടയറിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ട്യൂബ്ലെസ് ടയേഴ്സ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, വളരെ നേരിയ ഒരു കോണ്ടാക്ട് ഏരിയ മാത്രമേ റിമ്മും ടയറും തമ്മിൽ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഇത് നമുക്ക് ഈ ട്യൂബ്ലെസ് ടയേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് വയർ സ്പോക്ക് വീൽസിനെ കുറിച്ചാണ്. സോ വാട്ട് ഇസ് വയർ സ്പോക്ക് വീൽസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ സൈക്കിളിൻ്റെ ടയേഴ്സൊക്കെ ഈ സ്പോക്ക്, വയർ സ്പോക്ക് വെച്ചിട്ടുള്ളതാണ് ഈ സൈക്കിൾ ടയേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പണ്ട് കാലത്ത് നമ്മൾ ബൈക്സിലും നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഈ വയർ സ്പോക്ക് വീൽസാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, ബൈക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ എ വീൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സെപ്പറേറ്റ് ഹബ്ബ് connected to the rim with a number of spokes which is having a long and thin wires. Okay, സോ ഒരു വീൽ, ആ വീല് നമ്മളൊരു സെൻട്രൽ ഹബ്ബായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പോക്കുകൾ. ഓക്കെ, ആ സ്പോക്ക് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ തിന്നായിട്ടുള്ള വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഓരോ സ്പോക്കും ഹുക്ക് ചെയ്തിരിക്കുന്നത് ഒരു എൻഡ് ഹബ്ബും അതുപോലെ തന്നെ മറ്റേ എൻ്റെ ഹോള് ഒരു സെൻട്രൽ പോയിൻ്റ് ഓഫ് ദി പീസ് ഓഫ് ദ റിം. ഓക്കെ, ഈ റിമ്മിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ആൻഡ് ഈസ് സെക്യൂർഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് എ ടാപ്പേർഡ് നട്ട്. ഓക്കെ, ഒരു ടാപ്പേർഡ് ആയിട്ടുള്ള ഒരു നട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു മറ്റേ എൻഡ്, അതായത് നമ്മൾ റിമ്മിൽ കണക്ട് ചെയ്യുന്ന എൻഡ് അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ടൈറ്റനിങ് ദ സ്പോക്ക് വിച്ച് ഹാവ് ബീൻ അതർവൈസ് ദ റിം ഷുഡ് ബി ടെൻ ടു ഡിസ്കംഫോർട്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്പോക്ക് നമ്മൾ വളരെയധികം ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡിലും വെച്ചിട്ടില്ലെങ്കിൽ അതെന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ഉണ്ടാക്കും നമുക്ക്. സോ സ്പോക്സ് സാധാരണഗതിയിൽ നമ്മൾ റേഡിയൽ, ഓക്കെ, റേഡിയൽ അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് വിത്ത് ട്രയാങ്കുലർ ഫാഷനിലായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 3 മെയിനായിട്ടുള്ള ലേ ഔട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വെഹിക്കിൾ വെയ്റ്റ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടോർക്ക്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ടോർക്ക്. സോ സാധാരണഗതിയിൽ നമ്മൾ റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. ഓക്കെ, ഒരു റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ് വെഹിക്കിളിൻ്റെ ഈ ഒരു സ്പോക്ക് ഉപയോഗിക്കുന്ന വീൽസിൽ നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, so the radial arrangement of the component of the vehicle and the weight and the direction of the spokes of the hub and the spokes are in the tension. Okay, spokesന് മുകളിലാണ് ഈ ടെൻഷൻസ് വരുന്നത്. So the tangential layout of these driving and this braking torque which is tension of the spoke which is decided by the direction actually. സോ രണ്ട് റോയില് നമ്മൾ നാരോ സ്പോക്ക് 3 സ്പോക്കുകൾ വെച്ചുള്ള സിസ്റ്റംസാണ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ ദി ഫ്രണ്ട്
front and the back of the hub. So these pairs of the spoke which is alternatively opposite ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു വെഹിക്കിൾ വെയിറ്റിനെ മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റേഡിയൽ ആയിട്ടുള്ള ഒരു സ്പോക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സപ്പോസ് നമ്മൾ ഡ്രൈവിംഗ് ടോർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സ്പോക്സ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീലിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പോക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇതുപോലെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സപ്പോസ് നമ്മൾ ബ്രേക്കിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോക്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ അതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. നൗ സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് സ്പോക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഓക്കെ, 2 റോ ആൻഡ് 3 റോ സ്പോക്ക് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, മെയിൻലി 2 തരത്തിലാണ് നമ്മൾ പറയുന്നത്. 1 and 2 സ്പോക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ 1, 2, 3 3 സ്പോക്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, 3 സ്പോക്സ് ഇവിടെ ഉണ്ട്. ഇത് ക്രോസ് സെക്ഷനിലാണ് ആക്ച്വലി നിങ്ങൾക്ക് കാണുന്നത്. റൈറ്റ്. സോ ഇതാണ് സൈഡിൽ കാണുന്നത്. നമുക്ക് ഹബ്ബാണ് കാണുന്നത് ഫ്രണ്ടിൽ, അതായത് സെൻട്രൽ പോർഷൻ ഓഫ് ദി ഹബ്ബ്. ഇതാണ് നമ്മളുടെ വീലിൻ്റെ റിമ്മായിട്ട് എടുക്കുന്നത്. സോ റിമ്മിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നാണ് നമ്മൾ സ്പോക്സ് വരുന്നത് ആക്ച്വലി. റൈറ്റ്. Now here you can see that there is a initial tension of the spoke which is adjusted by means of a screw nipples, and that is also serve the secure the spoke to the hub actually. Okay, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്ക്രൂസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, സ്ക്രൂ നിപ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് സെക്യൂർ ദി സ്പോക്ക് ഇൻ ടു ദ ഹബ്ബ്. ഓക്കെ, അത് നമ്മൾ ഈ ഹബ്ബുമായിട്ട് ആക്ച്വലി കണക്ട് ചെയ്തിരിക്കുന്നത് സെക്യൂർ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് യു നോ ദാറ്റ് ദി ഹബ് ഈസ് പ്രൊവൈഡഡ് ഇൻറ്റേർണൽ സ്പ്ലൈൻസ് ആക്ച്വലി. ഓക്കെ, ഇൻറ്റേർണൽ സ്പ്ലൈൻസ് ദാറ്റ് മാച്ച്ഡ് വിത്ത് ദ സ്പ്ലൈൻസ് പ്രൊവൈഡഡ് ഫോർ ദി ആക്സിൽ ഷാഫ്റ്റ് ആക്ച്വലി. So while screwing the hub, you know that this axle shaft is with the axle shaft which is help of a wing nut actually. Okay, wing nut ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്സിൽ ഷാഫ്റ്റിൽ ഈ പറഞ്ഞ സ്പോക്സിനെ സ്ക്രൂ ചെയ്യുന്നത് ആക്ച്വലി. സോ സ്പോക്സ് സാധാരണഗതിയിൽ നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ് ക്രോസ് ഫാക്ഷനിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, അതിന് മെയിൻലി 3 പ്ലെയിൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഒന്ന് ത്രസ്റ്റ്, ഓക്കെ, സൈഡ് ത്രസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് എൻജിൻ ടോർക്ക് വിത്ത് ബ്രേക്കിംഗ് സ്ട്രെസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദി വെഹിക്കിൾ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സ്പോക്സിന് നമ്മൾ ഒരു ഇതിനെ കോംപ്ലിക്കേറ്റഡ് വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ഒന്ന് അതിൻ്റെ സൈഡ് ത്രസ്റ്റ്, രണ്ടാമത്തത് എൻജിൻ ടോർക്കിൻ്റെ കേസിൽ. ഓക്കെ, എൻജിൻ ടോർക്കിനെ നമുക്ക് സൈഡ് ത്രസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു നമുക്ക് അതിൻ്റെ ടോട്ടൽ വെയ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു കേസസിൽ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോക്സിനെ ഈ പറഞ്ഞ മാതിരി ഒരു ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ പാറ്റേൺസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ സാധാരണഗതിയിൽ ദീസ് വയർ വീൽസ് നമ്മൾ ഫേവറബിൾ ആവുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹൈ സ്ട്രെങ്ത് ഉള്ള കേസസിൽ, രണ്ടാമത്തത് ഈസി റിമൂവൽ ആൻഡ് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്, മൂന്നാമത്തത് പ്രൊവൈഡ് ദ ബെറ്റർ കൂളിംഗ് ആൻഡ് ദെയർ ബ്രേക്ക് ഡ്രംസിന് നല്ല കൂളിങ്സ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ 3 മെയിനായിട്ട് ഈ കേസസ് വരുന്ന സമയത്താണ് നമ്മൾ സാധാരണഗതിയിൽ സ്പോക്ക് വീല് യൂസ് ചെയ്യാറുള്ളത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ എനിവേ ദീസ് വീൽസ് ആർ വെരി എക്സ്പെൻസീവ് ഡ്യൂ ടു ദെയർ ഇൻട്രേസ് കോംപ്ലെക്സ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കാരണം ആക്ച്വലി ഈ വീൽസ് വളരെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ ദ റിം ഈസ് ഓൾസോ വീക്ക് ഡ്യൂ ടു ദി ഹോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ടു ദി സ്പോക്സ്. ഓക്കെ, സ്പോക്സ് വയർസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഈ റിമ്മിൽ ഈ പറഞ്ഞ മാതിരി ഹോൾസ് ഇടാറുണ്ട്. സോ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമ്മിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിം ആക്ച്വലി വീക്കാണ് ആക്ച്വലി ഇൻ ദിസ് കേസ് ആക്ച്വലി. ഓക്കെ, നൗ നമ്മൾ മൂന്നാമത്തെ കേസിൽ പറയുന്നത് ലൈറ്റ് അലോയ് വീൽസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കിൻ്റെ കേസ് പറഞ്ഞു, സെക്കൻഡ് കേസ് നമ്മൾ സ്പോക്ക് ടൈപ്പ് പറഞ്ഞു, മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് അലോയ് വീൽസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ലൈറ്റ് അലോയ് വീൽസ് ആക്ച്വലി. ഓക്കെ, സോ ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഈ ലൈറ്റ് അലോയ് അലൂമിനിയം ആൻഡ് മാഗ്നീഷ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഒരു ലൈറ്റ് അലോയ് വീൽസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ,
സോ ഇത് നമുക്ക് കാസ്റ്റിങ്ങിലോ അല്ലെങ്കിൽ ഫോർജ് ചെയ്തിട്ടോ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. സോ ദ കാസ്റ്റിംഗ് സ്റ്റീലിൽ എന്താ കാസ്റ്റിംഗ് ചെയ്ത വീൽസ് ആണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കാറുകളിലും ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഫോർജ് ചെയ്ത വീൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെവിയർ വെഹിക്കിൾസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു ലൈറ്റ് അലോയ് വീൽസിനെ കൊണ്ടുള്ള അതിൻ്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിനെ പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this having a light weight and which reduces the unsprung weight actually. Okay, so അതായത് നമുക്ക് ഒരു വീലിൻ്റെ മുകളിൽ അതിൽ തന്നെ ഉണ്ടാകുന്ന വെയിറ്റിനാണ് നമ്മൾ ഈ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ലോഡല്ല, ആക്ച്വലി ആ വീലിൻ്റെ തന്നെയുള്ള ഓവറോൾ വെയിറ്റിനെയാണ്. ഇപ്പോൾ ഒരു ആക്സിൽ നമ്മളുണ്ട്, ആ ആക്സിലിൻ്റെ മുകളിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്, ആ കോമ്പണൻസിൻ്റെ ഇറ്റ്സെൽഫ് ആയിട്ടുള്ള വെയിറ്റിനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി. അതായത് അതിൻ്റെ അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു ഓട്ടോമൊബൈലിൽ നമ്മൾ വേറെ പല കോമ്പണൻസിൻ്റെയും ഓവറോൾ വെയിറ്റിനെയല്ല നമ്മൾ ഈ അൺസ്പ്രങ് വെയിറ്റ്, അതൊക്കെ ലോഡാണ് ആക്ച്വലി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒരു ആക്സിലിൻ്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ ആ ആക്സിലിൻ്റെ ഉള്ളിലുള്ള കോമ്പണൻസ്, അതുപോലെ തന്നെ അതിന് ചുറ്റുള്ള കോമ്പണൻസ്, വീൽസ്, ഇതെല്ലാം വരുന്നത് അതിൻ്റെ മുകളിൽ വരുന്ന അൺസ്പ്രങ് വെയിറ്റ് ആണ്. സോ ഈ അൺസ്പ്രങ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു വീലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ബൈ യൂസിങ് ദീസ് ലൈറ്റ് അലോയ് വീൽസ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, നൗ സോ ഈ ഒരു അൺസ്പ്രങ് വെയിറ്റ് കുറയുന്നതുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗൺസിങ് ഉണ്ടാവാൻ ചാൻസസും വളരെ കുറവാണ്. ഓക്കെ, നൗ ഹീറ്റ് ഡിസിപ്പേഷൻ ഈസ് ഫാസ്റ്റർ ഡ്യൂ ടു ദ ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി ലൈറ്റ് അലോയ്സ്. ഓക്കെ, ലൈറ്റ് അലോയ്സ് നമ്മൾ ഈ ഒരു സ്റ്റീലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അലൂമിനിയം വെൽസാണ് സാധാരണയായിട്ട് നമ്മൾ കൂടുതൽ കൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് ആക്ച്വലി. ഓക്കെ, ആൻഡ് ദാറ്റ് ഇംപ്രൂവ്സ് ദി പെർഫോമൻസ് ഓഫ് ദി ടയർ ആൻഡ് ബ്രേക്ക് ഓൾസോ. ഓക്കെ, നൗ യു നോ ദാറ്റ് ദി സ്റ്റിഫ്നെസ് കൂട്ടുന്നത് കൊണ്ട് വിച്ച് ഈസ് ബെറ്റർ ഫോർ ദി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബൈ മേക്കിംഗ് ഹെവിയർ സെക്ഷൻസ് ആക്ച്വലി. ഓക്കെ, നൗ റിംസ് വൈഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ദ വിൽ ബി എ വൈഡർ ആയിട്ടുള്ള ടയേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കാറുകൾക്ക് ടയർ വളരെ നീളം കൂടിയ ടയേഴ്സ്, വീതി കൂടിയ ടയേഴ്സ് കണ്ടിട്ടുണ്ടാകും. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇംപ്രൂവ് ദ റോഡ് അഡീഷൻ. ഓക്കെ, റോഡ് അഡീഷൻ ആൻഡ് കൊഹീഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? റോഡ് അഡീഷൻ, അതായത് ടയറും റോഡും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. ഓക്കെ, ആ ഒരു അത് ഇമ്പ്രൂവ് ചെയ്യാണ്. സോ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾസിന് സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അതുകൂടാതെ ഇറ്റ്സ് എ ബെറ്റർ സ്റ്റൈലിംഗ് ആണ്, പിന്നെ അതുപോലെ തന്നെ വളരെ അസ്തെറ്റിക് അപ്പിയറൻസ് ആണ്. സോ ദാറ്റ് ഇസ് വൈ വി ആർ യൂസിങ് ദീസ് ടൈപ്സ് ഓഫ് റിംസ് ആക്ച്വലി. ഓക്കെ, നൗ നമുക്കിവിടെ കാണാനുള്ളത് യു ക്യാൻ സീ ദിസ് ക്രോസ് സെക്ഷണൽ ആൻഡ് സൈഡ് വ്യൂ. ഓക്കെ, വ്യൂസ് ഓഫ് ദിസ് ലൈറ്റ് അലോയ് വീൽസ്. ഓക്കെ, നൗ കോമ്പോസിറ്റ് വീൽസിനെ കുറിച്ച് പറയാം. സോ കോമ്പോസിറ്റ് വീൽസ് എന്ന് പറയുന്നത് ദീസ് ആർ ദി ഹാവിങ് എ റിം വിച്ച് ഈസ് ജനറലി മെയ്ഡ് ഓഫ് സ്റ്റീൽസ് ആക്ച്വലി. ഓക്കെ, ഈ സ്റ്റീൽ റിമ്മാണ് ഇവിടെ നമ്മൾ ഇതിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റീൽ റിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെൻട്രൽ പോർഷൻ സ്റ്റീലാണ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് ദി അലൂമിനിയം അലോയ്. ഓക്കെ, അതായത് ഈ ഒരു അലൂമിനിയം അലോയ്സ് ആണ് സൈഡിലൊക്കെ ഉണ്ടാകുന്ന പോർഷൻ, പക്ഷേ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് സ്റ്റീലായിരിക്കും ആക്ച്വലി. സോ വിച്ച് വീൽസ് ഹാവിങ് എ റിം ജനറലി മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇതിലുണ്ടാകുന്ന സ്റ്റീലിൽ, അതായത് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ്റെ ഈ ഒരു പാർട്ടുകളെല്ലാം, ഇതിനുള്ളിലുള്ള ഈ ഒരു പാർട്ടുകളെല്ലാം അലൂമിനിയം അലോയ്സ് ആണ് അതുകൊണ്ടുണ്ടാക്കുന്നത്. പക്ഷേ ഇതിലുണ്ടാകുന്ന ഈ റിം എന്ന് പറയുന്നത്, ഔട്ട് സൈഡിലെ റിം എന്ന് പറയുന്നത് സ്റ്റീലായിരിക്കും. ഓക്കെ, സോ റിം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് ദി അതർ പോർഷൻസ് ആൻഡ് സെൻറ്റർ വിച്ച് ഈസ് കാസ്റ്റഡ് ബൈ ദി അലൂമിനിയം അലോയ്. സോ അങ്ങനത്തെ വീൽസിനെ നമ്മൾ കോമ്പോസിറ്റ് വീൽസ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, പക്ഷേ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അപ്പിയറൻസ് കാണാൻ വളരെ സ്റ്റൈലിഷും ആയിരിക്കും. ഓക്കെ, റൈറ്റ്. നൗ വി ആർ കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് ദി വീൽ ഓഫ്സെറ്റ്. സോ ടൈം നമുക്ക് കൂടുതലായിട്ടുണ്ട്, 30 മിനിറ്റ്സിന് എബവ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വൈ വീൽ ഓഫ്സെറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എനിവേ, താങ്ക് യു.